റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് രാജു തുരുത്തി എഴുതിയ കറുത്തമുത്ത്, ഒരു സ്ഫടികം ബുക്സ് പ്രസിദ്ധീകരണം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ ഹൈപ്പ് കൂടെ ചെയ്യുക. പുതിയ പുതിയ നോവലുകൾ നിങ്ങൾക്ക് കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി പ്ലേലിസ്റ്റ് പരിശോധിക്കുക. അവിടെ നിങ്ങൾക്കായി ഒരുപാട് നോവലുകൾ കാത്തിരിക്കുന്നു. കേൾക്കാം. ശലോമി. 18ന്റെ പടിവാതിലിൽ യൗവനം വസന്തമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന പെണ്ണ്. നീണ്ടൊഴുകി നിതംബം മറിഞ്ഞു കിടക്കുന്ന ചുരുണ്ട കാർക്കൂന്തൽ, സ്വപ്ന നീലിമയുടെ തിളങ്ങുന്ന നീണ്ട കണ്ണുകൾ, സ്വർണമൂക്കുത്തിയുടെ തിളക്കം, അഴകേറുന്ന നീണ്ട മൂക്ക്, ചിരിക്കുമ്പോൾ കാക്കപ്പൂവുകളായി നുണക്കുഴികൾ വിരിയുന്ന തുടുത്ത കവിളണകൾ. വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞ മാർക്കോയുടെയും മാർത്തയുടെയും മകൾ. നാട്ടിലുള്ള ജനങ്ങൾക്ക് നടുക്കത്തോടെ അല്ലാതെ ഇന്നും ആ ദാരുണ രംഗം ഓർമ്മിക്കുവാൻ കഴിയില്ല. മാർക്കോയുടെയും മാർത്തയുടെയും സ്വാഭാവിക മരണമല്ലായിരുന്നു. അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സ്വന്തം കുടിലിന്റെ ഉമ്മർത്ത് മാർക്കോയും മാർത്തയും മരിച്ചു കിടക്കുന്നു. നീലിമയാർന്ന കടും ചോര രണ്ടുപേരുടെയും കടവായിലൂടെ ഒഴുകി പടർന്നിരുന്നു. ശക്തിയേറിയ വിഷദ്രാവകത്തിന്റെ വലിയൊരു കുപ്പി ഒഴിഞ്ഞ് മൃതശരീരങ്ങൾക്കിടയിൽ വീണുകിടന്നിരുന്നു. ഗ്രാമം മുഴുക്കെ വാർത്ത പടരാൻ നിമിഷങ്ങൾ മതിയായിരുന്നു. ഇവരിത് എന്തിനു ചെയ്തു? ആർക്കും ഉത്തരമില്ലാത്തൊരു ചോദ്യമായിരുന്നു അത്. ശാലോമിക്കന്ന് 12 വയസ്സേ ഉള്ളൂ. അവളുടെ മൂത്ത ആങ്ങള സ്റ്റീഫന് 18. പട്ടണത്തിലെ ഗവൺമെന്റ് കോളേജിൽ 1ാം വർഷ BA പഠിക്കുകയായിരുന്നു അവൻ. അപ്പനും അമ്മയും ഒരുപോലെ വിഷം കഴിച്ച് ചാകാൻ കാരണം എന്താണെന്ന് നാട്ടുകാരും പോലീസും ചികഞ്ഞു ചോദിച്ചു. അവരോട് സ്റ്റീഫൻ പറഞ്ഞു, എനിക്കറിയുകയില്ല. ഇന്നലെയും കിടക്കാൻ പോകുന്നതിന് മുമ്പ് രാത്രിയിൽ തിണ്ണയിലിരുന്ന് വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ ശലോമിയെ പഠിപ്പിച്ച് ഒരു ജോലിക്കാരിയാക്കണമെന്ന് അമ്മയോട് അപ്പം പറഞ്ഞതാ. അതിനുവേണ്ടി എങ്ങാണ്ടൊരു ചിട്ടി ചേരുന്ന കാര്യം അപ്പൻ അമ്മയോട് പറയുന്നു കേട്ടു. പക്ഷെ നേരം വെളുത്തപ്പം പൂർത്തിയാക്കാനാവാതെ സ്റ്റീഫൻ തേങ്ങി. ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡങ്ങൾ കുന്നുംപുറത്ത് പള്ളിയുടെ പുറം സെമിത്തേരിയിൽ അടക്കം ചെയ്തു. ദിവസങ്ങൾ കടന്നുപോകെ മുമ്പോട്ടുള്ള ജീവിതത്തിന് ഒരു തൊഴിൽ കണ്ടെത്തേണ്ടത് അത്യാവശ്യമായി സ്റ്റീഫന്. കോളേജിൽ പോകുന്ന പതിവ് നിർത്തി പകരം ജോലി അന്വേഷണമായി. BA വരെ പഠിച്ചതല്ലേ, ഏതെങ്കിലും ഒരു കടയിൽ കണക്കെഴുത്തെങ്കിലും, അത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റീഫന് പ്രതീക്ഷ. പക്ഷേ ദിവസങ്ങൾ ആഴ്ചകളായി മാസങ്ങളായി വളർന്നിട്ടും ആ പ്രതീക്ഷ സഫലമായില്ല. പകലെല്ലാം ജോലി അന്വേഷണം കഴിഞ്ഞ് നിരാശനായി തളർന്നെത്തുന്ന ആങ്ങളയുടെ മുഖത്തേക്ക് ശലോമി ആശങ്കയോടെ നോക്കി. എന്റെ തൊലി കറുത്തതായി പോയി മോളെ. കറുത്ത തൊലിയുള്ളവർക്ക് ഇവിടുത്തെ മുതലാളിമാര് ജോലിയൊന്നും തരില്ല. ഏതായാലും ആരോഗ്യമുള്ളൊരു ശരീരം തന്നിട്ടുണ്ട് ദൈവം എനിക്ക്. ആ ശരീരം കൊണ്ട് അധ്വാനിച്ച് ഞാൻ നിന്നെ പഠിപ്പിച്ചോളാം. അതൊരു ഉറച്ച തീരുമാനമായിരുന്നു. അധ്വാനത്തിന്റെ വിയർപ്പണിയാൻ സ്റ്റീഫൻ തയ്യാറായി. മനസ്സിൽ അവനൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പന്റെ അന്ത്യാഭിലാഷം നിറവേറ്റുക, ശലോമിയെ പഠിപ്പിച്ച് ഒരു ജോലിക്കാരിയാക്കുക. ആ ആഗ്രഹം ക്രമേണ ഒരു വാശിയായി മനസ്സിൽ വളർന്നു തിങ്ങിയപ്പോൾ അടുത്തുള്ള പാറമടയിൽ സ്റ്റീഫൻ തൊഴിലാളിയായി. ആരംഭത്തിൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടെങ്കിലും ശീലിച്ചു കഴിഞ്ഞപ്പോൾ മടയിലെ ഏറ്റവും സമർത്ഥനായ തൊഴിലാളി എന്ന പേര് സ്റ്റീഫൻ നേടിയെടുത്തു. പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയെടുത്താൽ 10-200 രൂപ സമ്പാദിക്കാമെന്നായി. ഞായറാഴ്ചകൾ ഒഴികെ എല്ലാ ദിവസങ്ങളിലും സ്റ്റീഫൻ പാറമടയിലുണ്ടാവും. ഞായറാഴ്ച എത്ര തിരക്കിട്ട പണിയുണ്ടെങ്കിലും അന്ന് സ്റ്റീഫൻ പണിക്ക് പോവില്ല. ചിറക്കര പള്ളിയിലെ ഗായക സംഘത്തിൽ അയാൾ മുഖ്യ ഗായകനും വയലിനിസ്റ്റുമാണ്. പാറമടയിലെ പണി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സാമാന്യം വലുപ്പമുള്ള ഒരു കടലാസ് പെട്ടി ജനാലയിലൂടെ ആരോ മുറിക്കുള്ളിലെ മേശമേൽ വെച്ചിരിക്കുന്നത് അയാൾ കണ്ടു. ആകാംക്ഷയോടെ അത് തുറന്നു നോക്കിയപ്പോൾ മനോഹരമായ ഒരു വയലിൻ, ഒപ്പം ഒരു കുറിപ്പും. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: സ്വർഗസംഗീതം പൊഴിക്കുന്ന സ്റ്റീഫന് എന്റെ ആശംസകൾ. സ്റ്റീഫന്റെ കൈവിരലുകൾ ഈ വയലിനിൽ നാദബ്രഹ്മമുണർത്തുമ്പോൾ ആ നാദധാരയ്ക്ക് കാതോർത്ത് ഞാൻ ഉണർന്നിരിക്കുന്നുണ്ടാവും. തിരിച്ചു മറിച്ചു നോക്കിയിട്ടും കുറിപ്പിന്റെയും സമ്മാനപ്പൊതിയുടെയും ഉടമസ്ഥൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ സ്റ്റീഫൻ ആയില്ല. സ്കൂൾ ഫൈനൽ ക്ലാസ്സോടുകൂടി പാസ്സായതിനാൽ പട്ടണത്തിലെ കോളേജിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ശലോമിക്ക് അഡ്മിഷൻ കിട്ടി.
ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന മിക്സഡ് കോളേജ്, ഏറെയും സമ്പന്നരുടെ സന്തതികൾ. അവർക്കൊപ്പം ഇരുന്ന് പഠിക്കുമ്പോൾ തന്റെ പെങ്ങൾക്ക് ഒരു കുറവുണ്ടാകരുതെന്ന് സ്റ്റീഫന് നിർബന്ധമുണ്ടായിരുന്നു. അതിനു വേണ്ടുന്നതൊക്കെ അയാൾ ശലോമിക്ക് വാങ്ങിക്കൊടുത്തു. മിക്സഡ് കോളേജിലായതുകൊണ്ട് ആൺകുട്ടികളുടെ ശല്യം നിരന്തരമുണ്ട്. സിനിമാ പാട്ടുകളുടെ ഈരടികൾ മൂളി പിന്നാലെ നടക്കുന്നവർ മുതൽ സകല ചെലവും വഹിച്ച് കോവളത്തിനും കന്യാകുമാരിക്കും ടൂറിന് ക്ഷണിക്കാൻ വരെ തന്റെ ഇടമുള്ളവർ വരെ അക്കൂട്ടത്തിലുണ്ട്. ആരെയും മൈൻഡ് ചെയ്യാറില്ല അവൾ. കോളേജ് ക്ലിയോപാട്ര എന്നും കറുത്ത മുത്തെന്നും ഒക്കെ വിളിച്ച് ആൺകുട്ടികൾ അവളെ പരിഹസിക്കും. ഒരു പ്രതികരണവുമില്ലാതെ നിസ്സംഗത പാലിക്കുകയുള്ളൂ ശലോമി. അന്നും ബസ്സിൽ തിരക്ക് അധികമായിരുന്നു. ഒരു വിധത്തിലാണ് ശലോമിക്ക് അതിനുള്ളിൽ നിന്ന് കയറി പറ്റാൻ കഴിഞ്ഞത്. പുസ്തകങ്ങളും ചോറും ഇടതുകൈയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലതുകൈ കൊണ്ട് ബസിന്റെ കമ്പിയിൽ തൂങ്ങി നിന്നു. ആടിക്കുലുങ്ങി കുറെ ദൂരം വണ്ടി മുമ്പോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ആരുടെയോ ഒരു കൈ അവളുടെ പിൻഭാഗത്തമർന്നു. യാദൃശികമായിട്ടാവുമെന്ന് ശലോമി കരുതി. പക്ഷെ ക്രമേണ മനസ്സിലായി, യാദൃശികമായല്ല, മനഃപൂർവ്വം ആരോ കൈ അമർത്തിയിരിക്കുകയാണ്. തൊട്ടു പിന്നിൽ ഒരു ചെറുപ്പക്കാരൻ, ക്ലീറ്റസ് മുതലാളിയുടെ മകൻ സിബി. അവനെ ശലോമിക്ക് നന്നായി അറിയാം. അയൽക്കാരനാണ്. കുറെ കാലമായി അവൾക്ക് പിന്നാലെ നാണമില്ലാത്തൊരു നായയെ പോലെ ചുറ്റി തിരിയുന്നുണ്ടവൻ. എന്ത് പറഞ്ഞാലും കേട്ടാലും ഒരു കൂസലും ഉണ്ടാകാത്ത മാനം കെട്ടവൻ. യു ബ്ലഡി സ്റ്റുപ്പിഡ്! പല്ലു ഞെരിച്ച് ശലോമി അലറി. അവളുടെ കണ്ണുകളിലൂടെ അഗ്നിനാളങ്ങൾ പാറി. സിബി പെട്ടെന്ന് കൈ പിൻവലിച്ചു. ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ ഒരു വശത്തേക്ക് നോക്കി നിന്നു. കരുത്തനായ ഒരു മീശക്കാരൻ ഏറ്റുപിടിച്ചു. തിരക്കിലൂടെ തിക്കി തള്ളി മുമ്പോട്ട് വന്ന് സിബിയുടെ കോളറിന് കുത്തിപ്പിടിച്ച് അയാൾ ചോദിച്ചു, തിരക്കുള്ള ബസ്സിൽ വെച്ച് നിനക്ക് പെൺപിള്ളേരെ തട്ടുകയും മുട്ടുകയും ചെയ്യണമല്ലേടാ? താനാരാ? പോലീസോ? ഷർട്ടേന്ന് വിടടോ! സിബി ചൂടായി. ഞാൻ ആരാന്ന് കാണിച്ചു തരാം. ഇടതു കൈകൊണ്ട് ബസിന്റെ മണിച്ചരടിൽ അയാൾ ആഞ്ഞു വലിച്ചു. മണി മുഴങ്ങുകയും ബസ് നിൽക്കുകയും ചെയ്തു. സിബിയെ നോക്കി മീശക്കാരൻ ആജ്ഞാപിച്ചു, ഇറങ്ങടാ പുറത്തോട്ട്. ആരുടെയും ഓച്ചാരത്തിലൊന്നല്ലല്ലോ. ടിക്കറ്റ് വാങ്ങിയിട്ടാ ഞാൻ യാത്ര ചെയ്യുന്നത്. അതൊക്കെ ശരിയാ. മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ അറിയുന്നവർക്ക് ബസ്, അല്ലാത്തവനൊക്കെ നടന്നങ്ങ് പോയാ മതി. തിരക്കിനിടയിലൂടെ അയാൾ സിബിയെ വലിച്ചു പുറത്തേക്ക് തള്ളി. പെൺപിള്ളേരെ തട്ടാതെ മുട്ടാതെ യാത്ര ചെയ്യാൻ പഠിച്ചിട്ട് മതി നീ ഇനി ബസ്സിലെ യാത്ര. അയാൾ തന്നെ വീണ്ടും മണിയടിച്ചു. ബസ് വീണ്ടും മുന്നോട്ട്. യാത്രക്കാരാകെ പുറത്തു നിൽക്കുന്ന സിബിയെ പരിഹസിച്ച് ഉറക്കെ കൂവി. പെൺകുട്ടികൾ പുച്ഛത്തോടെ അവനെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. മുഖമുയർത്തി നോക്കിയ സിബി കണ്ടു, പരിഹസിച്ച് ചിരിക്കുന്ന പെൺകുട്ടികളുടെ ഇടയിൽ ശലോമിയും. അവളും തന്നെ നോക്കി പുച്ഛിച്ച് ചിരിക്കുന്നു. അവന്റെ കാതുകളിൽ വീണ്ടും അവളുടെ വാക്കുകൾ മുഴങ്ങി, യു ബ്ലഡി സ്റ്റുപ്പിഡ്! സിബിയുടെ പല്ലുകൾ ഞെരിഞ്ഞു. പക അവന്റെ മനസ്സിൽ ജ്വലിച്ചു. അവൾ, ആ കറുത്ത മുത്ത്, ഒരിക്കൽ കൂടി തന്നെ അപമാനിച്ചിരിക്കുന്നു. അവളോട് പ്രതികാരം ചെയ്യണം. പെരുവഴിയിൽ വിഷണ്ണനായി നിൽക്കുമ്പോൾ സിബിയുടെ മനസ്സിൽ പക എരിഞ്ഞാളി. ശലോമി, പാറമട തൊഴിലാളിയായ സ്റ്റീഫന്റെ പെങ്ങൾ, രാജകുമാരിയാണെന്നാണ് അവളുടെ മനസ്സിലെ വിചാരം. ഒരുങ്ങിച്ചമഞ്ഞുള്ള നടപ്പ് കണ്ടാൽ ആരും അവനെ വിശ്വസിച്ചു പോകും. പക്ഷേ ആണുങ്ങളോടൊക്കെ അവൾക്ക് പുച്ഛമാണത്രേ. ഒരു കടക്കണ്ണേറ്, ഒരു കള്ളപ്പുഞ്ചിരി, ആർക്കും ഛേദമില്ലാത്ത ഒരു പരസ്പരാനുഭൂതി, അതിനു പോലും മനസ്സിൽ വെക്കാത്തവളാണ് അവൾ. എത്ര കാലം പിന്നാലെ നടന്നു. പ്രേമിക്കാനും കല്യാണം കഴിക്കാനും ഒന്നുമല്ല, ഒരിക്കൽ മാത്രം ആ ശരീരം ഒന്ന് സ്വന്തമാക്കാൻ. പ്രതിഫലമായി അവൾ ആവശ്യപ്പെടുന്നത്ര പണം, അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് എന്തും, ഒന്നും സമ്മതമല്ല അവൾക്ക്. കൺകോണുകൾ കൊണ്ടൊരു നോട്ടം സമ്മാനിച്ചാൽ ചൊടിയണകളിൽ നിന്നൊരു പുഞ്ചിരി ഉതിർത്താൻ എന്തൊക്കെയോ ഇല്ലാതാകുമെന്ന ഭയമാണ് അവൾക്ക്. ഭയമല്ല, അഹങ്കാരം. ആ അഹങ്കാരം ശമിപ്പിച്ചേ തീരൂ. ബലാത്കാരമായി അവളെ കടന്നു പിടിച്ച് കൈക്കരുത്തുകൊണ്ട് അവളെ കീഴ്പ്പെടുത്തി സാധിക്കാവുന്നതെല്ലാം സാധിക്കണം. നാട്ടിൽ ആരും അറിയാതെ അതിരഹസ്യമായി ഒരു പ്രതികാരം. അതിനുള്ള വഴി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആ നടുവഴിക്ക് നിന്ന് സിബി ചിന്തിച്ചു, ഇനി എങ്ങോട്ട് പോകണം? അപ്പോൾ ഇരമ്പി വന്ന ഒരു മോട്ടോർ സൈക്കിൾ അവന്റെ തൊട്ടു മുമ്പിൽ ബ്രേക്ക് ചെയ്തു. എടാ അളിയോ, നീ എന്താ ഇവിടെ ഈ പെരുവഴി? സിബി തിരിഞ്ഞു നോക്കി. മോട്ടോർ സൈക്കിളിൽ റോബർട്ട്. അന്ധകാരത്തിന്റെ തുരുത്തിൽ ഒരു വെളിച്ചം കണ്ട സന്തോഷമുണ്ടായി സിബിക്ക്. തക്ക സമയത്താ നിന്നെ ദൈവം എന്റെ മുമ്പിലോട്ട് തള്ളിയത്. എന്താടാ, അല്ല ഗുലുമാലും? ഗുലുമാലും തന്നെ, പക്ഷെ ഈ പെരുവഴിയിൽ വെച്ച് പറയാൻ വയ്യ, രഹസ്യമാ. എങ്കിൽ നമുക്ക് വല്ല ഒഴിഞ്ഞ താവളത്തിലേക്ക് നീങ്ങാം. എന്നാൽ അങ്ങനെ തന്നെ.
റോബർട്ടിന്റെ മോട്ടോർ സൈക്കിൾ വീണ്ടും ഇരമ്പി. സിബി പിറകിൽ കയറി. മോട്ടോർ സൈക്കിൾ മുമ്പോട്ടുണ്ടു. ക്ലിയോപാട്രയുടെ സൗന്ദര്യമുള്ളൊരു പെണ്ണ്. വീടിന് അടുത്തുള്ളത് തന്നെയാ. നേരായ മാർഗത്തിലൂടെ ഞാൻ കുറെ പയറ്റി. ആട്ടും തുപ്പും സഹിക്കാൻ വയ്യാതായപ്പോ ഇന്ന് ബസ്സിലെ തിരക്കിനിടയിൽ വെച്ച് വേണ്ടതുപോലെ ഞാനൊന്ന് കൈകാര്യം ചെയ്തു. പക്ഷേ ആകെ അലമ്പായി. ഇനി ക്ഷമിക്കുന്ന പ്രശ്നമില്ല. ടീം ഇങ്ങനെ റോയലാണോ? ഒരു പാറമട തൊഴിലാളിയുടെ പെങ്ങളാ. എന്നിട്ടാണോ? ഡോൺ വറി അളിയാ, ഡോൺ വറി. ക്ലിയോപാട്രയെ നീ റോബർട്ടിനൊന്ന് കാണിച്ചു തന്നാ മതി. നാളെ നേരം വെളുക്കും മുമ്പേ നീ പറയുന്ന താവളത്തിൽ ഞാൻ അവളെ എത്തിച്ചു തരാം. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ട് റോബർട്ടെ. എല്ലാം പരമരഹസ്യമായിട്ട് വേണം നടക്കാൻ. ഡാഡിയുടെ ചെവിയിൽ എത്തിപ്പോയാ എനിക്ക് പിന്നെ ഈ ഭൂമിക്ക് മീതെ ജീവിച്ചിരിക്കാനാവില്ല. എല്ലാം പരമരഹസ്യമായിട്ട് തന്നെ ചെയ്യാം. മറ്റൊരു മനുഷ്യജീവി പോലും അറിയാതെ നമുക്ക് അവളെ പൊക്കാം. സംഗതി നടന്നു കഴിഞ്ഞാൽ മറ്റാരും അറിഞ്ഞിട്ടില്ലെന്ന് അവൾക്കൊരു വിശ്വാസം വന്നാൽ അവൾക്കൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല. ഏതായാലും അവളുടെ വീടും പരിസരവും ഒക്കെ നീ എനിക്കൊന്ന് കാണിച്ചു തരണം. പിന്നെ അവളെയും. എങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം. വൈകുന്നേരം കൃത്യം 5 മണിയാകുമ്പോ അവൾ ഞങ്ങളുടെ വീടിനപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങും. അപ്പോ അവളെയും കാണാം. സിബിയുടെ വീട്ടുവാതിൽക്കൽ ബൈക്ക് നിന്നു. നിന്റെ ഡാഡി ഉണ്ടോടെ ഇവിടെ? ഇല്ല, ഡേസിക്ക് ഒരു ജോലിക്കാര്യത്തിന് അവളെയും കൊണ്ട് തിരുവനന്തപുരത്തിന് പോയിരിക്കുക. മമ്മിയും വേലക്കാരി തള്ളേ ഉള്ളൂ ഇവിടെ. എങ്കിൽ നമുക്ക് ആദ്യം ക്ലിയോപാട്രയുടെ വീടൊന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം വന്നിരുന്ന് പരിപാടി ആസൂത്രണം ചെയ്യാം. വീടിന്റെ പിന്നാമ്പുറത്തുകൂടി സിബി നടന്നു. അവനെ അനുഗമിച്ച് റോബർട്ടും. 6 ഏക്കറോളം വിസ്തൃതിയുണ്ട് ക്ലീറ്റസ് മുതലാളിയുടെ വക ഒരു പുരയിടത്തിന്. നിറയെ തൈത്തെങ്ങുകളും കൊക്കോ ചെടികളും തഴച്ച് വളർന്നു നിൽക്കുന്നു. നടക്കുന്നതിനിടയിൽ പരിസരം സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് റോബർട്ട് പറഞ്ഞു, ഇതിനകത്ത് വെച്ച് ഒരു കൊലപാതകം നടത്തിയാൽ ദൈവം പോലും അറിയുകയല്ലോ സിബി. കൊലപാതകമൊന്നും വേണ്ട റോബർട്ടെ, അതൊക്കെ വലിയ പ്രശ്നങ്ങളാ. അല്ല, നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഈ സ്ഥലം കണ്ടപ്പോ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അവർ പറമ്പിന്റെ പടിഞ്ഞാറേ മൂലയിലെത്തി. അല്പം അകലെ കാണുന്ന ചെറിയ വീട് സിബി റോബർട്ടിനെ ചൂണ്ടിക്കാട്ടി. ആ കാണുന്ന വീടാ അവളുടേത്. കൃത്യം 5 മണിക്കുള്ള ബസ്സിൽ അവൾ ഉണ്ടാകും. ദീർഘമായ ഒരു മൂളൽ റോബർട്ടിൽ നിന്നുണ്ടായി. ഇഴഞ്ഞു കഴിഞ്ഞാണ് സമയം നീങ്ങുന്നത്. സിബി വാച്ചിൽ നോക്കി. 5 മണിയാകാൻ ഇനിയും കിടക്കുന്നു മണിക്കൂറുകൾ. ഒടുവിൽ ഇഴഞ്ഞും നിരങ്ങിയും മണിക്കൂറുകൾ ഒന്നൊന്നായി അകന്നു. 5 മണിയായി. പട്ടണത്തിൽ നിന്നും ഓടിയെത്തുന്ന ബസിന്റെ ഇരമ്പൽ കൊക്കോത്തോട്ടത്തിലെ ഇരുളിമയിൽ ഒളിച്ചു നിന്ന് കേട്ടു. അളിയ, അവള് വരുന്ന ബസ്സാ അത്, സിബി ഓർമ്മിപ്പിച്ചു. വരട്ടെ, അവൾ ഇങ്ങ് വരട്ടെ. റോബർട്ട് തയ്യാറെടുത്തു നിന്നു. അവൾ വരുന്നു. ശലോമി. പരിസരത്ത് എവിടെയെങ്കിലും വല്ല മനുഷ്യരും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചോണം. പിടിച്ചു വലിക്കുന്നതിനിടയിൽ അവളുടെ കയ്യിലിരിക്കുന്ന പുസ്തകവും ചൂറ്റുപാത്രവും താഴെ വീണേക്കും. അതൊക്കെ പെട്ടെന്ന് നീ പെറുക്കിയെടുത്തോണം. ധൃതിക്കിടയിൽ അതെവിടെ കിടന്നുപോയാ നാളെ നമുക്ക് പാടയാം. അക്കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. അളിയൻ എങ്ങനെയും അവളെ പിടിച്ചു വലിച്ച് ഈ തോട്ടത്തിനകത്ത് ആക്കി തന്നാ മതി. ഇതിനകത്ത് ആയിക്കഴിഞ്ഞാ അവള് പിന്നെ രക്ഷപ്പെടുകയല്ല. അല്ലെങ്കിലും ഈ റോബർട്ടിന്റെ കണ്ണിൽ പെട്ടുപോയാൽ പിന്നെ ഒരുവളും രക്ഷപ്പെടുകയല്ലട സിബി. ശലോമയുടെ കാൽക്കുളിസുകളുടെ ശബ്ദം അടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഇളിമ മൂടിയ കൊക്കോ ചെടികളുടെ ഇലകൾ ഭ്രാന്തമായി ഉലഞ്ഞു. ഞെട്ടിത്തിരിഞ്ഞു നോക്കും മുമ്പേ ബലിഷ്ഠമായ ഒരു കൈ അവളെ വരിഞ്ഞു. ഒപ്പം മറ്റൊരു കൈ അവളുടെ വായ അമർത്തി മൂടുകയും ചെയ്തു. ശബ്ദിച്ചു പോയാ കൊന്നു നിന്നെ ഈ കൊക്കോ തോട്ടത്തിൽ കുഴിച്ചു മൂടിക്കളയും. റോബർട്ടിന്റെ പരുക്കൻ ശബ്ദം കാതുകളിൽ മുഴങ്ങി. എന്നിട്ടും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശലോമി ശ്രമിച്ചു. ശബ്ദമുയർത്തി നിലവിളിക്കാൻ കഴിയുന്നില്ല. വായ അമർത്തപ്പെട്ടിരിക്കുന്നു. കയ്യിലിരുന്ന പുസ്തകവും ചൂറ്റുപാത്രവും അടങ്ങിയ ബാഗ് വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടാൻ അവൾ കുതറി. റോബർട്ടിന്റെ രാക്ഷസ ശക്തിക്ക് മുന്നിൽ അവളുടെ ശക്തി ഒന്നുമായില്ല. ആട്ടിൻകുട്ടിയെ തൂക്കിയെടുത്ത് ഓടുന്ന ചെന്തായെ പോലെ ശലോമിയെയും കൊണ്ട് റോബർട്ട് കൊക്കോ തോട്ടത്തിനുള്ളിലേക്ക് ഓടിക്കയറി. അവളുടെ കയ്യിൽ നിന്നും വീണുപോയ ബാഗ് എടുത്ത് പിന്നാലെ സിബിയും. റോബർട്ടിനെയും സിബിയെയും ശലോമി വ്യക്തമായി കണ്ടു. രാവിലെ ബസ്സിൽ നിന്നിറങ്ങി നടു റോഡിൽ വിഷണ്ണനായി നിൽക്കുന്ന സിബിയുടെ ഓർമ്മ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഇങ്ങനെയൊരു അപകടത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നതേയില്ല. ഒരു ചെകുത്താനെ പോലെ ഇവൻ പ്രവർത്തിക്കുമെന്ന് കരുതിയതുമില്ല. ആ നീചൻ, ആ ദുഷ്ടൻ പ്രതികാരം ചെയ്യുകയാണ്, പക വീട്ടുകയാണ്. എങ്ങനെ രക്ഷപ്പെടും? ചാച്ച എന്നൊന്ന് ഉറക്കെ നിലവിളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ വിളി കാതുകളിൽ നേർത്ത ധ്വനി ഉണർത്തിയാ മതി. ചാച്ചൻ പറന്നിങ്ങെത്തിയനെ. പക്ഷെ
ആ കശ്മലിന്റെ കൈക്കരുത്തിനെ തകർത്ത് അമർത്തി മൂടപ്പെട്ടിരിക്കുന്ന വായി ഒന്ന് തുറക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. ഒരു നേരിയ ഞരക്കം പുറപ്പെടുവിക്കാൻ പോലും. കൂത്തിച്ചു മോളെ, ബസ് വെച്ച് ഞാനൊന്ന് തൊട്ടതിന് അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച നീ എന്നെ അപമാനിച്ചില്ലേ? അതിന് എണ്ണി എണ്ണി പകരം ചോദിക്കാതെ ഇന്ന് ഈ സിബി അടങ്ങുകയല്ല, നോക്കിക്കോ. കൊക്കോ ചെടികൾക്കിടയിലൂടെ റോബർട്ട് ശലോമിയെ വലിച്ചെറിച്ച് മുമ്പോട്ട് നീങ്ങി. ശലോമിയുടെ ബാഗ് ഒരു കൊക്കോ ചെടിയുടെ ചുവട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് റോബർട്ടിനെ സഹായിക്കാൻ സിബിയും കൂടി. അവർ അവളെ വലിച്ചെറിച്ച് മോട്ടോർ റൂമിലെത്തിച്ചു. ജനാലകളില്ലാതെ ഒരൊറ്റ വാതിൽ മാത്രമുള്ള മോട്ടോർ റൂമിനുള്ളിൽ ഭയവിഹുലയായി ശലോമി നിന്നു. അവളുടെ പേടിച്ചരണ്ട നിൽപ്പ് കണ്ട് റോബർട്ട് ഊറിച്ചിരിച്ചു. പക്ഷേ സിബിയുടെ മനസ്സിൽ പകയായിരുന്നു. എന്റെ പൊന്നു സിബി, ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുതേ. ദീനമായി ശലോമി കേണു. നിന്നെ ഉപദ്രവിക്കണമെന്ന വിചാരമൊന്നും ഞങ്ങൾക്കില്ലടി. ഞങ്ങൾ പറയണതൊക്കെ നീ അനുസരിച്ചാ മതി. അനുസരിക്കാമോ? എന്നെ നശിപ്പിക്കരുത് സിബി. വീണ്ടും ശലോമിയുടെ യാചന. നശിപ്പിക്കാനല്ലടി, നിന്നെ ഒന്ന് സുഖിപ്പിക്കാനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്താ സമ്മതക്കുറവുണ്ടോ നിനക്ക്? മറുപടി പറയാനില്ലാതെ ശലോമി ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി. സിബി വീണ്ടും പറഞ്ഞു, എതിർക്കാനോ രക്ഷപ്പെടാനോ ശ്രമിച്ചിട്ട് പ്രയോജനമില്ല. സന്തോഷത്തോടെ ഞങ്ങളോട് സഹകരിക്കുമെന്നുണ്ടേ മാന്യമായി നിനക്ക് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാം. ഇങ്ങനെ ഒരു സംഭവം നടന്ന വിവരം ഭൂമിയിൽ ഒരു മനുഷ്യരും അറിയുകയല്ല. അവന്റെ മുഖം അടച്ച് ഒരു ആട്ട് വെച്ചു കൊടുക്കണമെന്നാണ് ശലോമിക്ക് അപ്പോ തോന്നിയത്. പക്ഷെ സ്വയം നിയന്ത്രിച്ചു. കരുത്തരായ രണ്ട് പുരുഷന്മാർ, രണ്ട് ക്രൂര മൃഗങ്ങൾ. അവരുടെ ഗുഹയിൽ അകപ്പെട്ടിരിക്കുന്ന കുഞ്ഞാടാണ് താൻ. അലറി വിളിച്ചാൽ സഹായത്തിനെത്താൻ ആരുമില്ലാത്ത ഇടം. അതോടെ ആ മൃഗങ്ങളുടെ സമചിത്തത നഷ്ടപ്പെടും. ഏറ്റവും ക്രൂരമായി അവർ തന്നെ കടിച്ചു കീറും. അവരോട് പോരാടി ജയിക്കാനുള്ള കരുത്ത് തനിക്കില്ല. പോരാട്ടം തനിക്ക് മരണമാണ് സമ്മാനിക്കുന്നതെങ്കിലോ? വേണ്ട, എതിർക്കേണ്ട. ജീവനാണ് വലുത്. ശലോമയുടെ മനസ്സിൽ ആ ചിന്ത ദൃഢപ്പെട്ടു. ജീവനാണ് വലുത്. മിഴികൾ തിരിച്ച് അവൾ ഒരിക്കൽ കൂടി സിബിയെയും റോബർട്ടിനെയും നോക്കി. കടിച്ചു കീറാൻ ആർത്തി പൂണ്ടു നിൽക്കുന്ന രണ്ട് ക്രൂര മൃഗങ്ങളായി അവരുടെ രൂപം അവളെ ഭയപ്പെടുത്തി. മോട്ടോർ റൂമിൽ നിന്ന് പുറത്തിറങ്ങി റോബർട്ട് വാതിൽ വലിച്ചടച്ചു. ഉള്ളിൽ സിബിയും ശലോമിയും തനിച്ചായി. എതിർക്കാനോ രക്ഷപ്പെടാനോ ശ്രമിക്കേണ്ട, റോബർട്ട് പുറത്ത് കാവലുണ്ട്. താക്കീതോടെ സിബി ശലോമിയെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. ഒരു അഗ്നിജ്വാലയുടെ പരിരംഭണത്തിൽ അമർന്നതുപോലെ ശലോമി നീറി. ഉരുകി എരിഞ്ഞടങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവും മുന്നിൽ കാണാനില്ലാത്ത നിസ്സഹായാവസ്ഥ. അവന്റെ കൈകൾ ഭ്രാന്തമായി അവളുടെ മേലാസകലം പാഞ്ഞു. അഗ്നിവാളുകളായി മേനിയിൽ അമർന്നിറങ്ങുന്ന കരുത്ത് തട്ടിയെറിയാൻ പലതവണ ശലോമി കൈ ഉയർത്തി. അപ്പോഴൊക്കെ അന്തരാത്മാവിന്റെ നിയന്ത്രണം അവളെ തളർത്തി. ജീവനാണ് വലുത്. ആ നിമന്ത്രണത്തിൽ കണ്ണുകൾ നഷ്ടപ്പെട്ട്, കാതുകൾ നഷ്ടപ്പെട്ട്, മനസ്സ് നഷ്ടപ്പെട്ട് ശലോമി നിമിഷങ്ങൾ എണ്ണി. മോട്ടോർ റൂമിന് പുറത്ത് തനിക്കുള്ള ഊഴത്തിന് കാത്ത് റോബർട്ടും നിമിഷങ്ങൾ എണ്ണുകയായിരുന്നു. രാവിലെ കോളേജിൽ പോയ കുഞ്ഞു പെങ്ങൾ നേരം ഇത്ര വൈകിട്ടും തിരിച്ചെത്താത്തതിൽ സ്റ്റീഫൻ ഉത്കണ്ഠയായി. സാധാരണ 5 മണിക്കുള്ള ബസ്സിൽ കോളേജിൽ നിന്നും മടങ്ങിയെത്താറുള്ളവളാണ് അവൾ. ഏതെങ്കിലും കാരണവശാൽ ആ ബസ്സിൽ വരാനൊത്തില്ലെങ്കിൽ 6 മണിക്കുള്ള അടുത്ത ബസ്സിൽ അവൾ തീർച്ചയായിട്ടും വന്നെത്തിയിരിക്കും. ഇന്ന് 6 മണിയുടെ ബസ്സും കടന്നുപോയിരിക്കുന്നു. ശലോമിയെ കാണുന്നില്ലല്ലോ. കോളേജിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടായിട്ടുണ്ടാവുമോ? അവൾ വരാൻ വൈകുന്നത്. വീണ്ടും കുറെ നേരം കൂടി സ്റ്റീഫൻ കാത്തു. 7 മണിക്കുള്ള ബസ്സും കടന്നുപോയി. അതിനുള്ളിലും ശലോമി ഉണ്ടായിരുന്നില്ല. സ്റ്റീഫന്റെ ഉള്ളിൽ അഗ്നി എരിഞ്ഞു. ശലോമിക്ക് എന്ത് സംഭവിച്ചു? ദൈവമേ, അവൾക്കൊരാപത്തും വരുത്തരുത്. സ്റ്റീഫന്റെ വിമ്മിട്ടവും വേവലാതിയും ശ്രദ്ധിച്ചിട്ടെന്നോണം ബസ് സ്റ്റോപ്പിലുള്ള ബീഡിക്കടക്കാരൻ അയാളോട് അന്വേഷിച്ചു. എന്താ സ്റ്റീഫൻ ഒരു വെപ്രാളും പരിഭ്രമമൊക്കെ? എന്റെ കുട്ടമ്പിള്ള ചേട്ടാ, പെങ്ങളൂരിന് രാവിലെ കോളേജിൽ പോയതാ. ഇതുവരെ ഇങ്ങ് തിരിച്ചു വന്നില്ല. ആര്? ശലോമിയോ? അതെ, അല്ലാതാരാ എനിക്ക് പെങ്ങള്? കുട്ടമ്പിള്ള ചേട്ടന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. ഏതോ ഒരു സംശയഭാവം ആ കണ്ണുകളിൽ. 5 മണിയുടെ ബസ്സിന് ഇവിടെ വന്നിറങ്ങി അങ്ങോട്ട് വരുന്നത് പോലെ ഒരു തോന്നല് എന്റെ മനസ്സില്. ഇല്ല, ഇത്ര നേരമായിട്ടും അവൾ വീട്ടിലെത്തിയിട്ടില്ല. എന്നാൽ എനിക്ക് തോന്നിയതാവും. ഒരു കാര്യം ചെയ്, അടുത്ത ബസ്സിൽ സ്റ്റീഫൻ കോളേജ് വരെ ഒന്ന് ചെല്ല്. അതല്ലാതെ വേറെ എവിടെ ചെന്ന് അന്വേഷിക്കാം? വായിൽ കിടന്ന മുറുക്കാൻ തുപ്പൽ പിള്ളേച്ചൻ നീട്ടിത്തുപ്പി. പിന്നെ ആത്മഗതം എന്നോണം പറഞ്ഞു, പെൺകുട്ടികളാണെങ്കിലും ഇപ്പോഴൊക്കെ എല്ലാം തന്നിഷ്ടക്കാരികളാ. ഇരിക്കുന്ന ഇരിപ്പിൽ അവർക്ക് ഓരോന്ന് തോന്നും. വീട്ടിലിരിക്കുന്നവരുടെ വിഷമവും പ്രയാസമൊന്നും അവർക്കറിയണ്ടല്ലോ. അങ്ങനെയുള്ള സ്വഭാവക്കാരിയല്ല ശലോമി എന്ന്
തറപ്പിച്ചു പറയാൻ സ്റ്റീഫന്റെ നാവ് ഉയർന്നതാണ്. പക്ഷെ പെട്ടെന്ന് അയാൾ നിയന്ത്രിച്ചു. തർക്കിക്കാനല്ല നേരം. ശാലോമിക്ക് ഇതെന്ത് സംഭവിച്ചു എന്നറിയണം. വല്ല അപകടത്തിലും ചെന്ന് ചാടുന്നതിന് മുമ്പേ അവളെ കണ്ടെത്തണം. അതിനുള്ള മാർഗം എന്താണെന്ന ചിന്തയിൽ മൗനം പൂണ്ട് സ്റ്റീഫൻ ഇരുന്നു. ശലോമിയെ കാണാനില്ല. കരാള രൂപം പൂണ്ട ആ സത്യം സ്റ്റീഫനെ തളർത്തി. സംശയം തോന്നിയ മാർഗങ്ങളിലെല്ലാം സ്റ്റീഫൻ അന്വേഷിച്ചു. ഒരു എത്തും പിടിയും കിട്ടിയില്ല. ആത്മാർത്ഥതയുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ സ്റ്റീഫനെ സഹായിക്കാൻ കൂടി. ആകാവുന്ന വഴിയിലൊക്കെ അവർ അന്വേഷിച്ചു. പക്ഷെ ശലോമിയെ കണ്ടെത്തുവാൻ മാത്രം ആർക്കും കഴിഞ്ഞില്ല. ഗ്രാമത്തിലുള്ള ഒട്ടുമുക്കാലും ജനങ്ങൾ ആ വാർത്ത അറിഞ്ഞു. ഏറെയൊന്നും ഉത്കണ്ഠയില്ലാത്ത ഒരു വാർത്തയായേ അവരൊക്കെ അത് കണക്കാക്കിയുള്ളൂ. പ്രായപൂർത്തിയായ ഒരു പെണ്ണ്, കോളേജിൽ പഠിക്കുന്നവൾ, സുന്ദരി. അവളെ കാണാനില്ലെങ്കിൽ ഏതെങ്കിലും ആണിന്റെ ഒപ്പം നാട് വിട്ടു പോയതാവും. യൗവനയുക്തയായ ഒരു പെണ്ണിന്റെ തിരോധാനത്തിന് പിന്നിൽ ഗ്രാമീണർക്ക് വിശ്വസിക്കാൻ ആ ഒരു കഥയേ ഉള്ളൂ. അങ്ങനെയുള്ള കഥകൾ ഒന്നും രണ്ടുമല്ല ഗ്രാമത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അവൾക്ക് എന്തോ ചതി പണഞ്ഞിരിക്കുന്നു. എന്താണെന്നാണ് മനസ്സിലാകാത്തത്. അവസാന പോംവഴിയായി ഒരൊറ്റ മാർഗമേ സ്റ്റീഫന് മനസ്സിൽ തെളിഞ്ഞുള്ളൂ: പോലീസിൽ പരാതി കൊടുക്കുക. അപ്പോഴാണ് സുഹൃത്തുക്കളിൽ ഒരുവന്റെ നിർദ്ദേശം: പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മളൊരു പരാതിയും കൊണ്ട് ചെന്നാൽ അവരിതൊന്ന് തുറന്നു നോക്കുക പോലും ചെയ്യുകയില്ല. പഠിപ്പും സ്വാധീനവുമുള്ള ആരെങ്കിലും ഒരാൾ നമ്മുടെ കൂടെ വേണം. അതിനിപ്പോ ആരാ ഉള്ളത്? ക്ലീറ്റസ് മുതലാളിയില്ലേ? സ്റ്റീഫൻ ചെന്ന് പറഞ്ഞ വരാതിരിക്കില്ല. ആലോചിച്ചപ്പോ അത് ശരിയാണെന്ന് സ്റ്റീഫനും തോന്നി. അയൽപ്പക്കമാണെങ്കിലും ക്ലീറ്റസ് മുതലാളിയോടും കുടുംബത്തോടും ഏറെയൊന്നും സഹവർത്തിത്വമില്ല സ്റ്റീഫന്. പാരമ്പര്യ ജന്മിത്വവും പുരാതന കുലീനത്വവുമുള്ള സമ്പന്ന കുടുംബം. വഴിക്ക് വെച്ച് കൂട്ടുമുട്ടിയാൽ പോലും ഒരു പുഞ്ചിരിയോ പരിചയഭാവമോ കാണിക്കുന്നവനല്ല ക്ലീറ്റസ് മുതലാളിയുടെ മകൻ സിബി. പിന്നെയുള്ളത് ഡെയ്സി. ഗ്രാജുവേഷൻ പൂർത്തിയാക്കി കോളേജും ഹോസ്റ്റലും വിട്ട് ആ പെണ്ണ് ഗ്രാമത്തിലെത്തിയിട്ട് ഏറെ നാളുകളൊന്നും ആയിട്ടില്ല. അവധിക്ക് വരുമ്പോൾ പള്ളിയിൽ വെച്ച് വല്ലപ്പോഴുമൊക്കെ കാണുമെന്ന് തൊഴിച്ചാൽ ഏറെയൊന്നും പരിചയം ഡെയ്സിയുമായിട്ടുമില്ല. അങ്ങനെ ഒരു പരിചയം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. സമ്പത്തിന്റെയും പ്രതാപത്തിന്റെയും ഗർവവും പ്രൗഢിയും ഉള്ളവളാണവൾ. ഉടുപ്പിലും നടപ്പിലും ഭാവത്തിലും ആ ഗർവവും പ്രൗഢിയും നിറഞ്ഞു നിൽക്കുന്നവൾ. എന്തിനാണ് ഗർവവും പ്രൗഢിയും കാണാൻ അവളുടെ മുമ്പിലേക്ക് ചെല്ലുന്നത്? നിവൃത്തിയുണ്ടെങ്കിൽ അവളുടെ നേരെ പോലും നോക്കാതെ മുഖം തിരിച്ചകലുകയാണ് പതിവ്. സ്റ്റീഫൻ മേലെടുത്ത് ബംഗ്ലാവിലേക്ക് നടന്നു. തിളങ്ങി നിൽക്കുന്ന നിയോൺ ദീപത്തിന്റെ വെളിച്ചത്തിൽ മേലെടുത്ത് ബംഗ്ലാവും പരിസരവും രാത്രിയുടെ കരിമ്പിടത്തിൽ നിന്ന് മോചനം നേടി നിൽക്കുന്നു. എന്താ പതിവില്ലാതെ സ്റ്റീഫൻ ഇങ്ങോട്ട്? തെല്ലൊരു നീരസം കലർന്ന ധ്വനിയിൽ സിബിയുടെ അന്വേഷണം. മുതലാളിയെ കണ്ടിട്ട് ഒരാവശ്യമുണ്ടായിരുന്നു. മുഖത്തടിക്കുന്നത് പോലെ സിബി പറഞ്ഞു. ഇന്ന് നടക്കുകയല്ല. സ്റ്റീഫൻ ഒന്ന് വിളറി. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാനായിരുന്നു. ശലോമി രാവിലെ കോളേജിൽ പോയതാ, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. മുഖത്തുണ്ടായ നടുക്കൻ സ്റ്റീഫൻ തിരിച്ചറിഞ്ഞോ എന്ന് സംശയിച്ചെങ്കിലും ലാഘവഭാവത്തിൽ സിബി മറുപടി നിറഞ്ഞു. കോളേജിൽ വല്ല വിശേഷവും ഉണ്ടായിട്ട് താമസിക്കുന്നതാവും. യൂണിയനെന്നോ ആർട്സ് ക്ലബ് ഉദ്ഘാടനമെന്നോ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അന്വേഷിച്ചു. ഇനിയിപ്പോ ഈ രാത്രിയിൽ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക? നേരം പുലരട്ടെ. വീണ്ടും സ്റ്റീഫൻ കെഞ്ചി. മുതലാളിയെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? സിബിയുടെ ശബ്ദം കനത്തു. കോളേജിൽ പോയിട്ട് തിരിച്ചു വരാത്തവളെ തേടി പാതിരാത്രിക്ക് പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങാൻ ഇവിടെ ആർക്കും നേരമില്ല. 1-2 ദിവസം കഴിയുമ്പോ പോയതുപോലെ അവളിങ്ങ് തിരിച്ചു വരും. സ്റ്റീഫൻ മറ്റെന്തെങ്കിലും പണി നോക്ക്. വെറുപ്പോടെ സിബി മുഖം തിരിച്ചു. നെഞ്ചിലേക്ക് ഒരു മഹാപ്രവാഹം ഉണ്ടാകുന്നത് പോലെ തോന്നി സ്റ്റീഫന്. അഹങ്കാരത്തിന്റെ, സമ്പദ് പ്രൗഢിയുടെ ക്രൂരഭാവം അയാളെ തളർത്തി. അപ്പോഴായിരുന്നു ലോലമായി ഇളകുന്ന ഡോർക്കട്ടിന് പിന്നിൽ നിന്ന് നേരിയൊരു ശബ്ദം സ്റ്റീഫന്റെ കാതുകളിൽ വീണത്. എന്തു പറ്റി സ്റ്റീഫന്? ആരാ തിരിച്ചു വരാത്തത്? സ്റ്റീഫന്റെ കണ്ണുകൾ ആ ശബ്ദത്തിന്റെ ഉറവിടത്തിലേക്ക് പാഞ്ഞു. വാതിൽ തുറന്ന് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഡെയ്സി. അസ്തമിച്ചു പോയ പ്രതീക്ഷയുടെ കിരണങ്ങൾ സ്റ്റീഫന്റെ നെഞ്ചിൽ വീണ്ടും ഉണർന്നു. ആ ഉണർവോടെ അയാൾ പറഞ്ഞു. ശലോമി രാവിലെ കോളേജിൽ പോയതാ, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. മുതലാളിയെ കണ്ട് ഒന്ന് പറയാൻ വന്നതാ ഞാൻ. പരിഭ്രാന്തിയുടെ ഒരു തിരവന്ന് ഡെയ്സിയുടെ മുഖം മൂടുന്നത് സ്റ്റീഫൻ കണ്ടു. ഞാൻ ഉടനെ ഡാഡിയെ വിളിക്കാം. ശലോമിക്ക് എന്തെങ്കിലും അപകടം പിണയുന്നതിന് മുമ്പ് അവളെ കണ്ടുപിടിക്കണം. ഡോർക്കട്ടൻ വീണ്ടും ഇളക്കി ഡെയ്സി അകത്തേക്ക് ഓടി. ഡാഡി എന്ന അവളുടെ വിളിവെച്ച അകത്തെ ഏതോ മുറിയിൽ മുഴക്കമിടുന്നത് സ്റ്റീഫൻ അറിഞ്ഞു. സിറ്റ് ഔട്ടിലെ ചെയറിൽ നിന്ന് സിബി എഴുന്നേറ്റു. ഒരു പരാജിതന്റെ ഭാവത്തിൽ സ്റ്റീഫന്റെ നേർക്ക് കനപ്പിച്ചെന്ന് നോക്കി അവൻ അകത്തേക്ക് നടന്നു. നേരമേറെ വേണ്ടി വന്നില്ല. മുതലാളി എത്തി. പിന്നിൽ ഡെയ്സിയും.
സിറ്റ് ഔട്ടിന് പുറത്തു നിന്നുകൊണ്ട് തന്നെ സ്റ്റീഫൻ കാര്യം വിശദീകരിച്ചു. മുതലാളി എല്ലാം കേട്ടിരുന്നു. സ്റ്റീഫന്റെ പെങ്ങൾ ശലോമി എന്ന സുന്ദരി കോത, അവളെ കാണാനില്ലെന്ന്. ഏതോ ആളിന്റെ ഒപ്പം അവൾ എങ്ങോട്ടോ പോയിട്ടുണ്ടാവും. പക്ഷെ പുറത്തു പറഞ്ഞുകൂടാ. പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു. സ്റ്റീഫനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ലഭിക്കേണ്ട വോട്ടുകളുടെ എണ്ണം കുറയും. മേലെടുത്ത് ബംഗ്ലാവിലെ ക്ലീറ്റസ് മുതലാളി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അതിലേറെ ഒരു നാണക്കേട് ഉണ്ടാവാനുണ്ടോ? മോളെ ഡെയ്സി, അരികിൽ നിൽക്കുന്ന മകളെ വിളിച്ച് മുതലാളി കൽപ്പിച്ചു. നീ വേഗം ഒരു വെള്ളക്കടലാസ് എടുത്ത് ഒരു പരാതി എഴുതിക്കേ, പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ. ഡാഡിയുടെ ആജ്ഞ അനുസരിച്ച് ഡെയ്സി അകത്തേക്ക് ഓടി. മിനിറ്റുകൾ കൊണ്ട് പരാതി തയ്യാറായി. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ സ്റ്റീഫന്റെ കൂടെ ക്ലീറ്റസ് മുതലാളി യാത്രയായി. സ്വന്തം മുറിയുടെ ജനാലയ്ക്കിൽ നിന്ന് സിബി ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. റോബർട്ട് സിബിയെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞത്? സിബി തിരക്കി. എനിക്ക് 50,000 രൂപ വേണം, അത്യാവശ്യമാണ്. 50,000മോ? സിബി ഒന്ന് ഞെട്ടി. എന്താ, ഇല്ലേ? 10-20 കാണും. അത് പോരാ, ഒരു കാര്യം ചെയ്യേ, നിന്റെ കഴുത്തിൽ കിടക്കുന്ന മാല എവിടെയെങ്കിലും പണയം വെക്ക്. കഴുത്തിൽ മാല കണ്ടില്ലെങ്കിൽ ഡാഡി അന്വേഷിക്കാതിരിക്കില്ല. അപ്പൊ പിന്നെ എങ്ങനാ? ചിന്താക്ലാന്തനായി റോബർട്ട് സിബിയുടെ നേർക്ക് നോക്കി. 50,000 രൂപ. സിബി ചിന്തിക്കുകയായിരുന്നു. അത്രയും തുകയുണ്ടാക്കി റോബർട്ടിനെ ഏൽപ്പിച്ചാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കണ്ട. തക്കവും തരവും പറഞ്ഞ് രൂപ വാങ്ങിക്കുന്നതല്ലാതെ തിരിച്ചു കൊടുക്കുന്ന പതിവ് റോബർട്ടിന് പണ്ടേയില്ല. ശലോമിയോട് തോന്നിയ അഭിനിവേശത്തിൽ രൂപ എത്ര ചെലവായാലും വേണ്ടില്ലെന്നൊരു പടുവാക്ക് അറിയാതെ പറഞ്ഞുപോയി. ആ ഒരു വാക്കിന്റെ പിൻബലത്തിലാണ് റോബർട്ട് ഇപ്പോ 50,000 രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോ അവന്റെ കഷ്ടത്തിൽ നിന്ന് തലയൂരാൻ ഏറെ പണിപ്പെടേണ്ടി വരും. ഇരുന്ന ഇരിപ്പിൽ സിബി മെല്ലെ വിയർക്കാൻ തുടങ്ങി. അപ്പോൾ റോബർട്ടിന്റെ മനസ്സിൽ മറ്റൊരു പ്രതിവിധി ഉരുത്തിരിഞ്ഞു. സിബി, നമ്മുടെ കള്ളക്കളിയൊക്കെ ഡെയ്സി കണ്ടുപിടിച്ചു. നീ ഒരു വിഷമവൃത്തത്തിലാണെന്നും അവൾക്കറിയാം. അതുകൊണ്ട് നിന്റെ മുമ്പിൽ ഞാനൊരു വില്ലനായാൽ നിന്നെ രക്ഷിക്കാൻ ഒരുപക്ഷെ അവൾ എനിക്ക് പണം തന്നേക്കും. അതെങ്ങനാ? റോബർട്ടിന്റെ ബുദ്ധി സിബിക്ക് മനസ്സിലായില്ല. റോബർട്ട് വിശദീകരിച്ചു. നിന്റെ ഡാഡി വീട്ടിലില്ലാത്തൊരു ദിവസം ഞാൻ അവിടെ വരാം. പണം ചോദിച്ച് നീയുമായി ചെറിയൊരു ഒച്ചപ്പാട്. പണം തന്നില്ലെങ്കിൽ നടന്ന സംഭവങ്ങളൊക്കെ പോലീസിൽ അറിയിക്കുമെന്നൊരു ഭീഷണി. ആ ഭീഷണി കേട്ടുകഴിഞ്ഞാൽ ഡെയ്സി നീ പറയുന്നതൊക്കെ അനുസരിക്കും. ഡാഡി അറിയാതെ അവളുടെ അക്കൗണ്ടിൽ നിന്നും 50,000 രൂപ എടുത്ത് എനിക്ക് കൊടുക്കാൻ നീ അവളോട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലും കുറച്ച് സ്വർണം. ആകെയുള്ള ഒരേ ഒരു ആങ്ങള ഒരു പോലീസ് കേസിൽ 1-ാം പ്രതി ആകുന്നത് ഒരു പെങ്ങൾക്ക് സഹിക്കാൻ ഒക്കുന്നതല്ലോ. എത്രയും സ്നേഹം നിറഞ്ഞ ചാച്ചന്. ചാച്ചന്റെ കുഞ്ഞുമകൾ ശലോമി എഴുതുന്നത് എന്തെന്നാൽ, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷന്റെ ഒപ്പം നാട് വിടുന്നു. ചാച്ചൻ ഇനി എന്നെ അന്വേഷിക്കണ്ട. എനിക്കായി കാത്തിരിക്കുകയും വേണ്ട. ശോഭനമായൊരു ഭാവിക്ക് വേണ്ടി ചാച്ചൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ചാച്ചന്റെ സ്വന്തം ശലോമി. തപാലിൽ കൈകളിലെത്തിയ ആ കത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്റ്റീഫൻ നോക്കി. ശലോമിയുടെ സ്വന്തം കൈയക്ഷരം. പക്ഷെ ആ കത്ത് അവൾ എഴുതിയതാണെന്ന് വിശ്വസിക്കാൻ വയ്യ. ആത്മാവിന്റെ ഭാഗമായിട്ട് താൻ സ്നേഹിച്ച കുഞ്ഞു പെങ്ങൾ. ചാച്ച എന്ന് വിളിച്ച് തനിക്ക് പിന്നാലെ ഒരു വാലായി എപ്പോഴും തൂങ്ങി നടന്നവൾ. ഈ പ്രപഞ്ചത്തിൽ മറ്റെന്തിനേക്കാളുമേറെ സ്വന്തം ചാച്ചനെ സ്നേഹിച്ച പെങ്ങൾ. പാറമടയിൽ പണിക്ക് പോയി തുടങ്ങിയപ്പോൾ കൈകളിൽ കനത്ത തഴമ്പുകൾ കണ്ട് ആ കൈത്തലം സ്വന്തം മുഖത്തോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞവൾ. സ്വന്തം കുറ്റം കൊണ്ട് ചാച്ചന്റെ മുഖം ഒരിക്കലും കറുത്തു കാണാൻ തെല്ലും ആഗ്രഹിക്കാത്തവൾ. ചാച്ചൻ ഉരുട്ടിക്കൊടുക്കുന്ന ഒരു ഉരുള ചോറിന് കൊതിയോടെ മുമ്പിൽ കാത്തിരിക്കുന്നവൾ. മറ്റൊരു പുരുഷന്റെ ഒപ്പം അവൾ നാടുവിട്ടു പോയിരിക്കുന്നുവെന്നറിഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കാതിരിക്കും? കത്തിലെ കൈപ്പട അവളുടേത് തന്നെ. വഞ്ചിക്കുകയായിരുന്നു അവൾ. ചാച്ചനോട് സ്നേഹം അഭിനയിച്ച്? ഇല്ല, വിശ്വസിക്കാനാവില്ല, വിശ്വസിക്കുകയുമില്ല. തന്റെ കുഞ്ഞു പെങ്ങൾ തന്നെ വഞ്ചിക്കില്ല. അവൾക്കതിനാവില്ല. ഈ കത്ത് ഏതോ ചതിയാണ്. ഒരുപക്ഷെ ആരോ അവളെ ഭീഷണിപ്പെടുത്തിയോ പീഡിപ്പിച്ചോ എഴുതിയതാവാം. അന്വേഷണത്തിനെത്തിയ പോലീസുകാരോട് ആ വിവരം പറഞ്ഞപ്പോൾ അവർക്ക് ചിരിയായിരുന്നു, പുച്ഛമായിരുന്നു. കുഞ്ഞു പെങ്ങളുടെ മനസ്സിന്റെ താക്കോൽ നിന്റെ കയ്യിലാണോ എന്നായിരുന്നു ഇൻസ്പെക്ടറുടെ ചോദ്യം. അവർ കേസ് കൈയൊഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ശലോമി, അവൾക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു? സത്യം എന്താണ്? ദിവസങ്ങളായി അതുമാത്രമേ സ്റ്റീഫന് ചിന്തിക്കാനുള്ളൂ. പാറമടയിൽ അയാൾ പണിക്ക് പോയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കുളിയില്ല, നേരത്തെ ഭക്ഷണമില്ല, ആരോടും മിണ്ടാട്ടവുമില്ല. ഒരു ഭ്രാന്തനെ പോലെ ആയിരിക്കുന്നു. വളർന്നിറങ്ങിയ താടിയും ചീകി ഒതുക്കാത്ത മുടിയും മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങളും.
മനസ്സിൽ അയാളോട് സ്നേഹമുള്ള സുഹൃത്തുക്കൾ പലരും കഴിഞ്ഞതെല്ലാം മറക്കാൻ ഉപദേശിച്ചു. പക്ഷെ മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ട് ഒരാൾക്ക് എല്ലാം മറക്കാനാവുമോ? അന്ന് ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ചകളിൽ പള്ളി ആരാധന ഒരിക്കലും മുടക്കുന്നവനല്ല സ്റ്റീഫൻ. ചിറക്കര പള്ളിയിലെ ആരാധനാ വേളയിൽ സ്റ്റീഫന്റെ വയലിൽ നിന്നുള്ള രാഗധാര ഏവരുടെയും കാതുകളും ഹൃദയവും കുളിർപ്പിക്കുന്നുണ്ടാവും. അന്ന് ചിറക്കര പള്ളിയിൽ ആ രാഗധാര ഉയർന്നില്ല. വീട്ടിൽ തനിച്ചിരിക്കുകയായിരുന്നു സ്റ്റീഫൻ. പൊടുന്നനെ അന്തരീക്ഷം സുഗന്ധപൂരിതമായി. മാദകമായ വിദേശ പരിമളത്തിന്റെ അലകൾ. മുഖം മെല്ലെ തിരിച്ച് സ്റ്റീഫൻ നോക്കി. ആ വീടിന്റെ പടികൾ കയറി ഒരു യുവതി അയാൾക്കു നേരെ നടന്നു വരുന്നു. തിരിച്ചറിയാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല സ്റ്റീഫന്. ഡെയ്സി, ക്ലീറ്റസ് മുതലാളിയുടെ മകൾ. ദൂരെയുള്ള നഗരത്തിൽ ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുകയായിരുന്നു അവൾ. പഠനം അവസാനിപ്പിച്ച് സ്വന്തം വീട്ടിലെത്തിയിട്ട് 1-2 മാസങ്ങളേറെ ആയിട്ടുണ്ടാവില്ല. മുതലാളിയോടും കുടുംബത്തോടും ഒപ്പം വല്ലപ്പോഴും പള്ളിയിൽ വരുന്നത് കണ്ടിട്ടുണ്ട്. ആരാധന അവസാനിച്ചാൽ ഉടൻ വന്ന കാറിൽ മടങ്ങുകയും ചെയ്യും. അതിലുപരി ഒരു പരിചയം അവൾക്കും തനിക്കും തമ്മിലില്ല. ഉടുപ്പിലും നടപ്പിലുമൊക്കെ മുതലാളിത്തത്തിന്റെ പ്രൗഢിയും പ്രതാപവുമുള്ള പെണ്ണ്. എന്തിനാണ് അവളുമായി പരിചയവും അടുപ്പവും? അങ്ങനെ ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷെ ഈ സന്ധ്യയ്ക്ക് അവൾ എന്തിനാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്? ശലോമിയെ കാണാനില്ലാത്തതിന്റെ പേരിൽ സഹതാപം പ്രകടിപ്പിക്കാനാവും. വയ്യ. ദിവസങ്ങളോളമായി പൊള്ളയായ സഹതാപ പ്രകടനങ്ങളിൽ മനസ്സ് മരവിച്ചു കഴിഞ്ഞിട്ട്. ആരൊക്കെ സഹതിപ്പിച്ചാലും സങ്കടപ്പെട്ടാലും സംഭവിച്ചിരിക്കുന്ന ദുര്യോഗത്തിന്റെ മുഴുവൻ ദുഃഖവും താങ്ങേണ്ടത് താനാണ്. ആർക്കൊക്കെ പകുത്തു കൊടുത്താലും ആ ദുഃഖത്തിന്റെ കാഠിന്യത്തിന് തെല്ലും കുറവുണ്ടാവില്ല. എങ്കിലും ആദ്യമായി ഈ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു അന്യ യുവതിയുടെ നേർക്ക് മുഖം തിരിച്ചിരുന്ന് അതൃപ്തി പ്രകടിപ്പിക്കുന്നത് മാന്യതയല്ല. കുറെ സഹതാപ വചനങ്ങൾ അവളും ചൊരിയട്ടെ. എല്ലാം കേൾക്കുന്നു എന്ന ഭാവത്തിൽ നിസ്സംഗനായി കാതോർക്കാം. അവഹേളിച്ചു എന്ന പരാതി ഉണ്ടാകാതിരിക്കട്ടെ. ഇരുന്നിടത്തു നിന്ന് സ്റ്റീഫൻ മെല്ലെ എഴുന്നേറ്റു. മുഖവരെയൊന്നും കൂടാതെ ഡെയ്സി പറഞ്ഞു, സ്റ്റീഫനെ ഇന്ന് പള്ളിയിൽ കണ്ടില്ല. എന്തു പറ്റിയെന്ന് അന്വേഷിക്കാൻ വന്നത് ഞാൻ. പരിഹസിക്കുകയാണ് അവളെന്നാണ് സ്റ്റീഫന് തോന്നിയത്. ക്ഷീണിച്ചു തളർന്ന അയാളുടെ മുഖം പെട്ടെന്നൊരു ഗൗരവത്തിന്റെ പരിവേഷമണിഞ്ഞു. കണ്ണുകളിലൂടെ ആ ഗൗരവം ഡെയ്സിക്ക് നേരെ പാഞ്ഞു. അന്വേഷിച്ചു വരാനുള്ള അവകാശമൊന്നും ഉള്ളവളല്ല ഞാനെന്ന് അറിയാം. എന്നാലും അയാൾക്ക് മുന്നിൽ അയാളെ തന്നെ ശ്രദ്ധിച്ച് ഡെയ്സി നിന്നു. നടന്നതൊന്നും ഡെയ്സി അറിഞ്ഞില്ലെന്നുണ്ടോ? നേരിയ സ്വരത്തിൽ സ്റ്റീഫൻ അങ്ങനെ ചോദിച്ചു. ഡെയ്സിയിൽ നിന്നും പെട്ടെന്ന് മറുപടി ഉണ്ടായി. അറിഞ്ഞു സ്റ്റീഫൻ, ഞാൻ എല്ലാം അറിഞ്ഞു. പക്ഷേ അതൊക്കെ ഇനി ഓർമ്മിച്ചിട്ട് എന്താ കാര്യം? എല്ലാം മറന്നുകളയാനുള്ള കഥയായി കരുതുക. ഇല്ല, അങ്ങനെ മറന്നുകളയാനുള്ള കഥയല്ല അതൊന്നും. എനിക്കതങ്ങനെ മറക്കാനുമാവില്ല. ഈ ഭൂമിയിൽ എനിക്കാകെയുള്ള തുണ അവളായിരുന്നു, എന്റെ ശലോമി. എന്തെങ്കിലും ഒരിക്കൽ അവളിന് തിരിച്ചു വരുമെന്ന് സ്റ്റീഫന് വിശ്വസിച്ചുകൂടെ? ആ വിശ്വാസത്തിൽ കഴിഞ്ഞുപോയ ഇന്നലകൾ സ്റ്റീഫൻ മറന്നുകളയണം. ആരോ അവളെ ക്രൂരമായി വഞ്ചിച്ചിട്ടുണ്ട് ഡെയ്സി. അതല്ലെങ്കിൽ എന്റെ കുഞ്ഞുപെങ്ങൾ ഈ ഭൂമിയിലെ മറ്റൊരാളിന്റെ ഒപ്പം ഓടിപ്പോയില്ല. തോളിൽ നിന്നും കുറിയ മുണ്ടെടുത്ത് മുഖം തുടച്ചു സ്റ്റീഫൻ. മറുപടി പറയാനില്ലാത്ത ഒരവസ്ഥയിൽ ഡെയ്സി മൂകയായി അല്പനേരം. പിന്നെ തെല്ലൊരാലോചനയോടെ അവൾ പറഞ്ഞു, ചീകി ഒതുക്കിയ മുടിയും ഷേവ് ചെയ്ത സൗമ്യതയുള്ള മുഖവും സ്വർഗീയ ചൈതന്യം തുളുമ്പുന്ന കണ്ണുകളുമായി ഞായറാഴ്ചകളിൽ പള്ളിമദർസയ്ക്ക് നാദധാര ഒഴുകുന്ന ആ സ്റ്റീഫൻ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ആ സ്റ്റീഫനെ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ മുഖം പ്രത്യേകതരമായ ഒരു താളത്തിൽ ചയച്ച് ഡെയ്സി സ്റ്റീഫന്റെ നേർക്ക് നോക്കി. സ്റ്റീഫന്റെ മുഖമൊന്ന് വിളറി. അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ആ സ്റ്റീഫൻ മരിച്ചുപോയി ഡെയ്സി. ഇപ്പോഴുള്ളത് സ്റ്റീഫനല്ല, സ്റ്റീഫന്റെ പ്രേതം. എന്റെ ശലോമിയെ കാണാതായ അന്ന് എന്റെ മരണമായിരുന്നു. ഇല്ല, ഞാൻ എന്നും ആത്മാവി പൂജിക്കുന്ന എന്റെ സ്നേഹഗായകൻ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്രകാലം ഞാൻ എല്ലാം ഹൃദയത്തിൽ ഒളിപ്പിച്ചു. ഇനി വയ്യ. എനിക്കെന്റെ പഴയ സ്റ്റീഫനെ കാണണം. അതിനാ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത്. ഉന്മാദിനെ പോലെ ഡെയ്സി പുലമ്പി. ശക്തമായൊരു നടുക്കം സ്റ്റീഫനെ പൊതിഞ്ഞു. ഏതോ ഒരു വിഭ്രാന്തിയിൽ എന്നോണം അയാൾ അവളെ പകച്ചു നോക്കി. ഡെയ്സി? വിഭ്രാന്തിയുടെ കനത്ത വിസ്മയം. അതെ, ഞാൻ ഡെയ്സിയാണ്. സാധിക്കുന്ന ഞായറാഴ്ചകളിലൊക്കെ വയലിൽ സ്റ്റീഫൻ ഒഴുക്കുന്ന രാഗധാര കേൾക്കാൻ മാത്രം ചിറക്കര പള്ളിയിലെത്തുന്ന ഡെയ്സി. പക്ഷെ അടുത്തു വന്ന് ഒരു വാക്ക് മിണ്ടാനുള്ള സ്വാതന്ത്ര്യം അന്ന് ഈ ഡെയ്സിക്കില്ലായിരുന്നു. ഡാഡിയെ പേടിച്ച്, എന്റെ ആങ്ങളയെ പേടിച്ച് ഞാൻ എല്ലാ മോഹങ്ങളും ഹൃദയത്തിൽ ഒളിപ്പിക്കുകയായിരുന്നു. ഇനി എനിക്കത് വയ്യ.
കമ്മീസിനുമേൽ ധരിച്ചിരിക്കുന്ന ഷാളിന്റെ അഗ്രങ്ങൾ കൈവിരലുകളിൽ ചുറ്റിപ്പിണഞ്ഞ് കുനിഞ്ഞ ശിരസോടെ ഡെയ്സി നിന്നു. കമ്മീസിനുമേൽ ധരിച്ചിരിക്കുന്ന ഷാളിന്റെ അഗ്രങ്ങൾ കൈവിരലുകളിൽ ചുറ്റിപ്പിണഞ്ഞ കുനിഞ്ഞ ശിരസോടെ ഡെയ്സി നിന്നു. സമ്പത്തിന്റെയും പ്രതാപത്തിന്റെയും മടിത്തട്ടിൽ വളർന്ന അവൾക്ക് പ്രായത്തിന്റെ ഉന്മാദത്തിൽ ഹിസ്റ്റീരിയ ബാധിച്ചിരിക്കുകയാമെന്ന വിശ്വാസം സ്റ്റീഫനുണ്ടായി. അതല്ലെങ്കിൽ ഈ ജൽപ്പനങ്ങൾക്കൊക്കെ മറ്റെന്താണ് അർത്ഥം? അങ്ങനെ സ്റ്റീഫന് ചിന്തിക്കാനായുള്ളൂ. എത്രയും വേഗം ഡെയ്സിയെ ഇവിടെ നിന്നും പറഞ്ഞയച്ചില്ലെങ്കിൽ പിന്നാലെ സംഭവിക്കാവുന്ന ഭൂകമ്പങ്ങൾ ഊഹിക്കാനേ വയ്യ. ഈ വീടിന് മുമ്പിൽ ഇവളെങ്ങനെ നിൽക്കുന്നു എന്നറിഞ്ഞാൽ അതുപോലും ക്ലീറ്റസ് മുതലാളി സഹിക്കില്ല. ചത്തുപോയ മാർക്കോയുടെയും മാർത്തയുടെയും മകൻ താമസിക്കുന്ന ഓലക്കുടിന് മുമ്പിൽ വന്ന് നിൽക്കേണ്ട കാര്യം മേലെടുത്ത് ബംഗ്ലാവിലെ ക്ലീറ്റസ് മുതലാളിയുടെ മകൾക്ക് എന്താണുള്ളത്? ദീർഘമായി ഇഴഞ്ഞ മൂകതയെ മുറിച്ച് സ്റ്റീഫൻ പറഞ്ഞു, ഡെയ്സി ഇവിടെ വരരുതായിരുന്നു. മുതലാളിയോ സിബിയോ അറിഞ്ഞ എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കാതാവും. വെറുതെ ഡെയ്സി എന്നെ ഉപദ്രവിക്കരുത്. വേണ്ട സ്റ്റീഫൻ, അത്രയ്ക്കൊരു ഭീരുവാകേണ്ട കാര്യമൊന്നും സ്റ്റീഫനില്ല. ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നുപോയത് കൊണ്ട് സ്റ്റീഫൻ ഈ നാട്ടിൽ നിന്നും ഒളിച്ചോടണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്റെ ഡാഡിയെ പോലെ എന്റെ ആങ്ങളെ പോലെ സ്റ്റീഫനും ഒരാണല്ലേ? അവർക്കുള്ള അത്ര സ്വാതന്ത്ര്യമൊക്കെ സ്റ്റീഫനുമില്ലേ? സ്വാതന്ത്ര്യത്തിലല്ല ഡെയ്സി കാര്യം. പണവും പ്രതാപവും ഇല്ലാത്തവന് സ്വാതന്ത്ര്യം കൊണ്ട് ഒന്നും നേടാനില്ല. അതൊക്കെ സ്റ്റീഫന്റെ തെറ്റിദ്ധാരണകളാ. ആണത്തവും ചങ്കുറപ്പും ഉള്ളതിനു മുമ്പിൽ പണവും പ്രതാപവും ഒന്നും വലിയ കോട്ടകളല്ല. ആണത്തവും ചങ്കുറപ്പും. ഇരുട്ടടിക്ക് മുമ്പിൽ ആണത്തത്തിന് എന്താ വില? വെടിയുണ്ടയ്ക്ക് മുമ്പിൽ ചങ്കുറപ്പിന് എന്താ വില? എന്തിനാ സ്റ്റീഫൻ ഇത്ര ഭീരുമാകുന്നത്? ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നുപോയത് കൊണ്ട് ഇരുട്ടടിയും വെടിയുണ്ട് എന്നും സ്റ്റീഫന്റെ ചങ്കു വിളർക്കില്ല. എന്നെ വിശ്വസിക്കും ഡെയ്സി. തെല്ലൊരു ദേഷ്യഭാവത്തിൽ സ്റ്റീഫന്റെ സ്വരം കനത്തു. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും അറിയാതെ വളരുന്ന നിങ്ങൾക്കൊക്കെ എല്ലാം ഒരു തമാശയാ. എന്തിനാ ഡെയ്സി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അത് പറ. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റീഫനെ കാണാൻ വേണ്ടി മാത്രമാണെന്ന്. ഇന്ന് ഞായറാഴ്ചയായിരുന്നു. പള്ളിയിൽ വെച്ച് സ്റ്റീഫനെ കാണാൻ കഴിയാതിരുന്നപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു. സ്റ്റീഫനെ കാണാൻ ഞാൻ ഇനിയും എവിടെ വരും? വേണ്ട, അതിനായി ഡെയ്സി ഇങ്ങോട്ട് വരണ്ട. വരും. സ്റ്റീഫൻ എന്തു ചെയ്യും? ഡെയ്സി, ദൈവത്തെ ഓർത്ത് ഇവിടെ നിന്ന് പോവൂ. ആദ്യമായി ഈ വീട്ടിലേക്ക് കയറി വന്ന ഡെയ്സിയെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുന്നത് മര്യാദയല്ലല്ലോ എന്ന് വിചാരിച്ച് മാത്രം കെഞ്ചുകയാണ് ഞാൻ. അപ്പോഴും ഡെയ്സി ചിരിച്ചു. ആദ്യമായല്ല ഞാൻ ഇവിടെ വരുന്നത്. മുമ്പൊരിക്കൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 1 വർഷത്തിന് മുമ്പ്. അങ്ങനെ ഒരു ഓർമ്മ എനിക്കില്ല. പക്ഷേ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മയായി ഞാൻ അതിപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു. സ്റ്റീഫൻ തെല്ല് ശാന്തനായി. എന്തിനാണ് ഡെയ്സി ഇവിടെ വന്നത്? ശലോമിയെ കാണാനോ? അല്ല, മനസ്സിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരു സമ്മാനവുമായി. സമ്മാനമോ? അതെ, ഒരു വയലിൻ ബോയും. ഇന്നായിരുന്നെങ്കിൽ ഞാനത് സ്റ്റീഫന്റെ കൈകളിൽ തന്നെ ഏൽപ്പിച്ചേനെ. പക്ഷെ അന്ന് അതിന് എനിക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. ആ വയലിൻ ഇപ്പോഴും സ്റ്റീഫൻ വായിക്കാറുണ്ടോ? എന്നെ അതൊന്ന് കാണിക്കുമോ സ്റ്റീഫൻ? ഡെയ്സിക്ക് നേരെ ഉറഞ്ഞു നിന്ന കോപം മുഴുവൻ ആ നിമിഷം സ്റ്റീഫനിൽ നിന്നും ഉരുക്കി ഒലിച്ചു. ഒരു നിധിയെന്നോണം താൻ ഇപ്പോഴും സൂക്ഷിക്കുന്ന അമൂല്യ സമ്മാനം. നേരെ നോക്കുമ്പോഴൊക്കെ അത് മീട്ടാറുമുണ്ട്. അത് സമ്മാനിച്ച കൈകൾ ആരുടേതാണെന്ന് ഏറെ ആലോചിക്കാറുമുണ്ട്. ആ ആലോചനയിൽ ഏറെ മുഖങ്ങൾ മനസ്സിൽ തെളിഞ്ഞിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഡെയ്സിയെ ഓർമ്മിച്ചിരുന്നില്ല. ഡെയ്സിയുടെ സമ്മാനമായിരുന്നു അത്, അല്ലേ? വർദ്ധിച്ച ആശ്ചര്യത്തോടെ സ്റ്റീഫൻ അവളെ നോക്കി. അതെ, ഇപ്പോൾ അത് കുത്തിയൊടിച്ചു കളയണമെന്ന് തോന്നുന്നുണ്ടാവും സ്റ്റീഫന്, അല്ലേ? ഇല്ല ഡെയ്സി, ഇല്ല. ഒരു വയലിൻ സ്വന്തമായി വാങ്ങാൻ ഏറെ മോഹിച്ചിരുന്നിട്ടും അതിന് കഴിയാതിരുന്ന ഒരു സമയത്താ എനിക്ക് ആ സമ്മാനം വീണ് കിട്ടുന്നത്. അന്ന് ഒരു 100 വട്ടമെങ്കിലും ഞാൻ അതിൽ ഉമ്മ വെച്ചിട്ടുണ്ട്. എനിക്കന്ന് അത്ര സന്തോഷമായിരുന്നു. മരിക്കേണ്ടി വന്നാലും ഞാൻ ആ വയലിൻ നഷ്ടപ്പെടുത്തുകയില്ല ഡെയ്സി. അതെന്റെ ആത്മാവിന്റെ ഭാഗമായി പോയി. എങ്കിൽ ആ സമ്മാനത്തിന് പ്രത്യുപകാരമായി ഞാനെന്ന് ചോദിച്ചാ സ്റ്റീഫൻ അത് സാധിച്ചു തരുമോ? തീർച്ചയായും ഡെയ്സി ചോദിച്ചോളൂ, ആവേശത്തോടെ സ്റ്റീഫൻ പറഞ്ഞു. സ്റ്റീഫൻ, എനിക്ക് വേണ്ടി അതൊന്ന് വായിക്കണം. പെട്ടെന്ന് സ്റ്റീഫന്റെ മുഖമിരുണ്ടു. ഇപ്പോൾ എന്റെ മനസ്സിൽ സംഗീതമില്ല ഡെയ്സി. ഞാൻ ആകെ ദുഃഖിതനാണ്. എന്റെ ശാലോമിയോർത്ത് നേറുകയാണ് ഞാൻ. എത്ര ശ്രമിച്ചാലും വയലിനിൽ ഒരു രാഗം പോലും നന്നായി വായിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഒന്ന് ശ്രമിച്ചു നോക്കൂ സ്റ്റീഫൻ, എനിക്ക് വേണ്ടി പ്ലീസ്. ഡെയ്സി കെഞ്ചി. അവളുടെ മുഖത്തേക്ക് അല്പനേരം സൂക്ഷിച്ചു നോക്കി സ്റ്റീഫൻ നിന്നു. നിമിഷങ്ങളേറെ കഴിഞ്ഞില്ല. ശ്രുതിസുഭകമായൊരു നാദധാര ആ വീടിനുള്ളിൽ നിന്നും ഒഴുകി തുടങ്ങി. ബോയും സ്റ്റീഫന്റെ കൈവിരലുകളും
വയലിന്റെ തന്ത്രികളിൽ ദ്രുതതലനം നടത്തുന്നത് ഒരു ബാല മനസ്സിന്റെ കൗതുകത്തോടെ ഡെയ്സി നോക്കിയിരുന്നു. ആ നാദധാരയിൽ സ്വയം അലിഞ്ഞ് താൻ ഇല്ലാതാവുകയാണെന്ന് അവൾക്ക് അപ്പോൾ തോന്നി. കൊക്കോ ചെടികൾ താഴ്ച വളരുന്ന തൊടിയിലൂടെ നടന്ന് ഡെയ്സി ബംഗ്ലാവിൽ എത്തിക്കഴിഞ്ഞിരുന്നു. സ്വന്തം മുറിയുടെ ജനാലയിലൂടെ സിബി അവൾ കയറി വരുന്നത് കണ്ടു. ഡെയ്സി! അവൾക്ക് മുന്നിലേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ വിളിച്ചു. നീ എവിടെ പോയതാണിപ്പോ? കൂസലന്യെ ഡെയ്സി മറുപടി കൊടുത്തു. ആ മോട്ടോർ റൂമിന്റെ അടുത്ത്. സിബി നടുങ്ങി. അവിടെ എന്താ നിനക്ക് കാര്യം? അഗ്നി പാറുന്ന സിബിയുടെ കണ്ണുകളെ അങ്ങനെ തന്നെ ഡെയ്സി നേരിട്ടു. പിന്നെ വളരെ നേരിയ സ്വരത്തിൽ അവൾ പറഞ്ഞു, അവിടെ വെച്ചല്ലേ എന്റെ ആങ്ങള ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചത്. അവളുടെ ശാപം എന്റെ ആങ്ങളയുടെ മേലും ഈ കുടുംബത്തിന്റെ മേലും ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ പോയതാ ഞാൻ. സിബി ഞെട്ടിപ്പോയി. അവന്റെ നാവു താണു. പരിഭ്രമത്തോടെ അവൻ ചുറ്റിലും നോക്കി. ഡെയ്സി വിളിച്ചു പറഞ്ഞത് ആരെങ്കിലും കേട്ടിരിക്കുന്നോ? ഡെയ്സിയോടെ വളരെ അടുത്തു നിന്നുകൊണ്ട് അവൻ മന്ത്രിച്ചു. എന്റെ പൊന്നുമോളെ, നടന്നതൊന്നും ഡാഡിയെ അറിയിക്കല്ലേ. ഈ നല്ല നേരത്ത് ഇതൊക്കെ ഡാഡി അറിഞ്ഞാ എനിക്ക് പിന്നീട് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒക്കില്ല. ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാ. പുറത്ത് ആരോട് മിണ്ടിയേക്കില്ലേ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഇനിയെങ്കിലും അത് ഓർമ്മയുണ്ടാവണം. മുഖം വെട്ടിത്തിരിച്ച ഡെയ്സി അകത്തെ മുറിയിലേക്ക് കയറിപ്പോയി. സിബിക്ക് മനസ്സിന്റെ സമാധാനം തീർത്തും നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു പെണ്ണിനെ നശിപ്പിച്ച പാവം എഴുത്തിയായി തന്റെ തലയിൽ ശാപം വീഴ്ത്തുമെന്ന ഭയമൊന്നും അവനില്ല. അവന്റെ ഭയം മുഴുവൻ റോബർട്ടിന്റെ നേർക്കാണ്. റോബർട്ടിന്റെ ഓർമ്മയുണരുമ്പോ തന്നെ മനസ്സിൽ തെളിയുന്നത് കിരാതനായ ഒരു ചെകുത്താന്റെ രൂപമാണ്. എല്ലാറ്റിനും കൂട്ടുനിന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ അവൻ ആവശ്യപ്പെടുന്ന പ്രതിഫലം താങ്ങാനാവുന്നില്ല. നടന്ന സംഭവങ്ങൾ അത്രയും പുറത്തറിഞ്ഞാലും അവനൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ലത്രേ. ചോദിക്കുന്ന പണം നൽകിയില്ലെങ്കിൽ സംഭവിച്ചത് അത്രയും അവൻ പോലീസിനോട് പറയുമത്രേ. റോബർട്ടിന്റെ സ്വരം ഇപ്പോൾ കടുത്ത ഭീഷണിയായി മാറിയിരിക്കുന്നു. ഒരു കൊള്ളരുതായ്മയ്ക്ക് അവനെ കൂട്ടുപിടിക്കാൻ തോന്നിയ നിമിഷത്തെ 1000 വട്ടമെങ്കിലും മനസ്സാ സിബി ശപിച്ചു. എന്തു ഫലം? ചെന്ന് ചാടിയിരിക്കുന്ന വൈതരണിയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്താൻ ആ ശാപങ്ങൾക്ക് കഴിയുമോ? കഴിയില്ല. അതിന് എന്തെങ്കിലും മാർഗം കണ്ടെത്തുക തന്നെ വേണം. ഡെയ്സിയുടെ കയ്യിൽ പണമുണ്ട്. അത് മോഷ്ടിക്കണം. ചോദിച്ചാൽ അവൾ തരില്ല. റോബർട്ടിനെ പറഞ്ഞു നിർത്താൻ തൽക്കാലം അതുകൊണ്ട് കഴിയും. സിബി മെല്ലെ കതക് തള്ളി തുറന്നു. മുറിക്കുള്ളിൽ നേരിയ നീലപ്രകാശം ചൊരിഞ്ഞ് ബെഡ്റൂം ലാമ്പ് കത്തി നിൽക്കുന്നു. കട്ടിലിൽ ഉറങ്ങിക്കിടന്ന ഡെയ്സിയെ സിബി സശ്രദ്ധം വീക്ഷിച്ചു. ഗാഠമായ നിദ്രയിൽ അല്ലെങ്കിൽ നേരിയൊരു ശബ്ദമുണ്ടായാൽ മതി അവൾ ഉണർന്നു വരും. മുറിക്കുള്ളിലേക്ക് കടന്ന് വീണ്ടും ശ്രദ്ധിച്ചു. തീർത്തും ശ്രദ്ധയില്ലാതെ മലർന്നു കിടന്നാണ് അവളുടെ ഉറക്കം. മുഖത്ത് നേർത്തൊരു പുഞ്ചിരിയുടെ തിളക്കം. ഏതോ മധുര സ്വപ്ന നിർവൃതിയിലാവാം. സിബി മേശയുടെ അരികിലേക്ക് നടന്നു. അതിനുള്ളിലായിരിക്കും പണം സൂക്ഷിച്ചിട്ടുള്ളത്. മേശയുടെ ഡ്രോ മെല്ലെ തുറന്നു. ഏറെ ശ്രമിച്ചിട്ടും കിരുകിരു എന്ന നേരിയ ശബ്ദമുണ്ടായി. അവന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ആ ശബ്ദം ഡെയ്സി ഉണർത്തിയാൽ? തിരിഞ്ഞു നോക്കി. ഇല്ല, ഡെയ്സി നല്ല ഉറക്കം തന്നെ. വലിച്ചു തുറന്ന മേശയ്ക്കുള്ളിൽ രണ്ടായി മടക്കിയ ഒരു വെള്ള കടലാസ് വായു വിളർന്നിരിക്കുന്നു. പാല് വീഴുന്ന ബെഡ്റൂം ലാമ്പിന്റെ പ്രകാശത്തിൽ അതിലെഴുതിയിരിക്കുന്ന അവസാന വാചകം സിബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നെന്നും കാത്തിരിക്കുന്ന സ്വന്തം ഡെയ്സി. ആർക്കോ ഡെയ്സി എഴുതി വെച്ചിരിക്കുന്ന കത്താണ്. ആർക്കാവും? മെല്ലെ വെള്ളക്കടലാസ് വലിച്ചെടുത്ത് അതിലെ സംബോധന വായിച്ചതോടെ അവന്റെ മുഖം വിളറി. ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയമുള്ള സ്റ്റീഫന്. സിബിയുടെ പല്ലുകൾ ഞെരിഞ്ഞു. സ്റ്റീഫൻ, ശലോമയുടെ ആങ്ങള. ഡെയ്സി അവനു വേണ്ടി പ്രണയലേഖനം എഴുതി വെച്ചിരിക്കുന്നു. ആകാംക്ഷ ഇരട്ടിക്കുകയായിരുന്നു സിബിക്ക്. കത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാൻ തിടുക്കമായി. ധൃതിയിൽ അവൻ ആ കത്ത് വായിച്ചു. കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുമ്പോ പ്രണയലേഖനങ്ങളുടെ കൂമ്പാരം തന്നെ എന്നെ തേടി എത്തുമായിരുന്നു. ഒരെണ്ണത്തിന് പോലും മറുപടി എഴുതണമെന്ന് തോന്നിയിട്ടില്ല. അന്ന് അതൊക്കെ കുത്തിക്കുറിച്ച് അയക്കുന്നവന്മാരോട് എനിക്ക് പുച്ഛമായിരുന്നു, വെറുപ്പായിരുന്നു. ഇപ്പോൾ ആ പുച്ഛം, വെറുപ്പ് ഒരു ബൂമറാങ്ങായി എന്റെ നേർക്ക് തിരിച്ചെത്തുമോ എന്ന് ഭയന്നാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. സ്റ്റീഫൻ, എന്നെ പുച്ഛിക്കരുത്, എന്നെ വെറുക്കരുത്. കൊട്ടാരത്തിൽ കഴിയുന്ന കൊച്ചു തമ്പുരാട്ടിക്ക് ഉന്മാദം തണ്ണുമ്പോ തോന്നുന്ന ചാബല്യമാണ് ഈ കത്തെന്ന് തെറ്റിദ്ധരിക്കുകയും അരുത്. വർഷങ്ങളായി സ്റ്റീഫനോടുള്ള സ്നേഹം എരിയുന്നൊരു നെയ്ത്തിരിനാളത്തിന്റെ വിശുദ്ധിയോടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവളാണ് ഞാൻ. നമ്മൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുടെ വേലിക്കെട്ടുകളെ കുറിച്ച് ബോധമില്ലാത്തവളല്ല ഞാൻ. പക്ഷെ ഒന്നെനിക്കറിയാം, ആത്മാർത്ഥതയുള്ള രണ്ട് ഹൃദയങ്ങളെ അകറ്റി നിർത്താനുള്ള ശക്തി ഈ ഭൂമിയിലെ ഒരു വേലിക്കെട്ടിനുമില്ല. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ സ്റ്റീഫൻ ആരായിരുന്നാലും
എനിക്ക് സ്റ്റീഫൻ ഒരു രാജകുമാരനാണ്. സ്വർഗീയ പറുദീസയിൽ സ്നേഹഗീതങ്ങൾ പാടി എന്നെ ഉറക്കുന്ന എന്റെ രാജകുമാരൻ. രാപ്പാടികൾ പോലും ഉറങ്ങുന്ന രാവിന്റെ യാമങ്ങളിലും എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന എന്റെ രാജകുമാരൻ. ആ ഹൃദയത്തിന്റെ താരാട്ട് കേട്ടേ ഈ ഡെയ്സിക്ക് ഉറങ്ങാനാവൂ. ആ ആത്മാവിന്റെ രാഗകീർത്തനങ്ങൾ കേട്ടേ ഈ ഡെയ്സിക്ക് ആടിപ്പാടാനാവൂ. ആ വിരിനെഞ്ചിന്റെ ചൂടിലളിഞ്ഞ് ഈ ഡെയ്സിക്ക് ആത്മസായുജ്യം അടയാനാവൂ. ആ ചൊടിയിൽ ഉതിരുന്ന സ്നേഹമന്ത്രണങ്ങളുടെ വളക്കൂറിലെ ഈ ഡെയ്സിയുടെ സ്വപ്നങ്ങൾക്ക് തളിർക്കാനാവൂ. എന്റെ പ്രിയമുള്ളവനെ, എന്നുമെന്നും ആ മുഖം കാണാൻ, ആ സ്വരം കേൾക്കാൻ കണ്ണുകളും കാതുകളും തുറന്ന് കാത്തിരിക്കുന്നവളാണ് ഞാൻ. അന്ന് സ്റ്റീഫന്റെ മുറിക്കുള്ളിൽ വൈനിലിൽ സ്റ്റീഫനിൽ ഒരുക്കുന്ന രാഗൻ ലഹരിനാദത്തിൽ സ്വയം മറന്നിരിക്കുമ്പോൾ ഒരു രാജകുമാരിയാവുകയാണ് ഞാനെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നെന്നും ആ രാഗധാര ആത്മാവിനെ തഴുകാൻ എന്റെ അരികിൽ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ഞാനിപ്പോൾ കൊതിച്ചുപോയി. ഇല്ല, ആ രാഗധാര എനിക്ക് അന്യമാവാൻ ഞാൻ അനുവദിക്കില്ല. സപ്തസമുദ്രങ്ങൾ ഇരമ്പിയാർത്ത് ഒരു മഹാപ്രളയമായി എന്നെ വിഴുങ്ങിക്കളഞ്ഞാലും, ഭൂപർവ്വതങ്ങൾ അത്രയും ഒത്തുകൂടി എന്നെ ഞെരിച്ചു കളഞ്ഞാലും, ആകാശമേഘങ്ങൾ ഉരുണ്ടുകൂടി അഗ്നിയായി പറന്നിറങ്ങി എന്നെ എരിച്ചു കളഞ്ഞാലും, അന്ത്യമായി എന്റെ ആത്മാവ് പൊഴിയുന്ന മന്ത്രം സ്റ്റീഫൻ എന്നായിരിക്കും. സ്റ്റീഫൻ എന്ന് മാത്രം. ശലോമയുടെ വേർപാടിൽ എരിഞ്ഞു നേറുന്ന ആ ഹൃദയത്തെ തഴുകിത്തലോടുന്ന ഒരു സാന്ത്വന കുളിർക്കാറ്റായി ഈ ഉള്ളവളുടെ ഓർമ്മ ആ ഹൃദയത്തിലേക്ക് കടന്നെത്താൻ അനുഗ്രഹം ചൊരിയണമേ എന്ന പ്രാർത്ഥനയോടെ അതിനുവേണ്ടി എന്നെന്നും കാത്തിരിക്കുന്ന സ്വന്തം ഡെയ്സി. കത്ത് വായിച്ചു തീർന്നതും കോപം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു സിബി. മുമ്പോട്ട് പാഞ്ഞു ചെന്ന് കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന സ്വന്തം സഹോദരിയെ കൊന്നുകളഞ്ഞാൽ എന്താ എന്ന് പോലും അവന് തോന്നിപ്പോയി. അവൾക്ക് പ്രേമിക്കാൻ കിട്ടിയ ഒരു രാജകുമാരൻ സ്റ്റീഫൻ, സമ്പത്തും കുലമഹിമയും ഇല്ലാത്ത പരട്ട, പാറമടയിൽ ആപ്പും കൂടവുമായി വിയർപ്പൊഴുക്കുന്ന ഒരു തിണ്ടി. മേലെടുത്ത് ബംഗ്ലാവിലെ ക്ലീറ്റസ് മുതലാളിയുടെ മകൾക്ക് പ്രണയിക്കാൻ കിട്ടിയത് അവന് മാത്രം. സിബിയുടെ കൈമുഷ്ടികൾ തരിച്ചു. അന്ധമായ കോപം അവനെ സ്വയം മറന്ന നിലയിലാക്കി. ഏതൊരു ലക്ഷ്യം ലാക്കാക്കിയാണ് താൻ ആ മുറിക്കുള്ളിൽ കടന്നതുപോലും അവൻ മറന്നു. ഞെരിഞ്ഞമരുന്ന കൈമുഷ്ടി അവൻ മേശപ്പുറത്ത് ആഞ്ഞാഞ്ഞിടിച്ചു. ഒരു വലിയ ശബ്ദം. ഡെയ്സി ഞെട്ടിയുണർന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. നാളെ കാണാം.